പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു പുതിയ ചാപ്റ്ററാണ്. ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 5 പ്രൈം ടൈം എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോർഷൻ കോമൺ മൾട്ടിപ്പിൾസ് ആൻഡ് കോമൺ ഫാക്ടേഴ്സ് എന്നുള്ള പോർഷനാണ്. അപ്പോൾ ഒരു ഗെയിമിലൂടെയാണ് ഇതെന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ചിൽഡ്രൻ സിറ്റ് ഇൻ എ സർക്കിൾ ആൻഡ് പ്ലേ എ ഗെയിം ഓഫ് നമ്പേഴ്സ്. അപ്പോൾ കുട്ടികൾ സർക്കിളിൽ ഇരുന്നിട്ട് നമ്പേഴ്സിൻ്റെ ഗെയിം കളിക്കുകയാണ്. വൺ ഓഫ് ദി ചിൽഡ്രൻ സ്റ്റാർട്ട്സ് ബൈ സേയിങ് 1. അപ്പോൾ ഒരാൾ 1 എന്ന് പറഞ്ഞു. ദ സെക്കൻഡ് പ്ലെയർ സേസ് 2 ആൻഡ് സോ ഓൺ. രണ്ടാമത്തെ ആൾ 2 പറഞ്ഞു. ബട്ട് വെൻ ഇറ്റ് ഈസ് ദ ടേൺ ഓഫ് 3, 6, 9 ദ പ്ലെയർ ഷുഡ് സേ ഇഡ്ലി ഇൻസ്റ്റെഡ് ഓഫ് ദി നമ്പർ. അപ്പോൾ നോക്കിയേ, 3, 6, 9 അതായത് 3യുടെ മൾട്ടിപ്പിൾസ് വരുമ്പോൾ പ്ലെയർ എന്ത് പറയണം? ഇഡ്ലി എന്ന് പറയണം. നമ്പറിന് പകരം ഇഡ്ലി എന്ന് പറയണം. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ആദ്യത്തെ ആൾ 1 പറഞ്ഞു, രണ്ടാമത്തെ ആൾ 2 പറഞ്ഞു. അപ്പം മൂന്നാമത്തെ ആൾ എന്ത് പറയണം? മൂന്നാമത്തെ ആൾ ഇഡ്ലി എന്ന് പറയണം. നാലാമത്തെ ആൾ 4 പറയും. അഞ്ചാമത്തെ ആൾ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. വെൻ ഇറ്റ് ഈസ് ദ ടേൺ ഓഫ് 5, 10 അതായത് മൾട്ടിപ്പിൾസ് ഓഫ് 5 ദ പ്ലെയർ ഷുഡ് സേ വട ഇൻസ്റ്റെഡ് ഓഫ് ദി നമ്പർ. അപ്പോൾ അഞ്ചാമത്തെ ആൾ എന്ത് പറയണം? വട എന്ന് പറയണം. മൂന്നാമത്തെ ആൾ ഇഡ്ഡലി പറഞ്ഞു, അഞ്ചാമത്തെ ആൾ വട പറഞ്ഞു. ഇനി ആറാമത്തെ ആൾ അപ്പോൾ എന്ത് പറയണം? ആറാമത്തെ ആൾ ഇഡ്ഡലി പറയണം. എന്തുകൊണ്ടാണ്? 3യുടെ മൾട്ടിപ്പിൾ വരുന്നവരൊക്കെ എന്ത് പറയണം? ഇഡ്ഡലി എന്ന് പറയണം. ഇനി 10 വരുന്ന ആൾ എന്ത് പറയണം? വട എന്ന് പറയണം. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ 3യുടെ മൾട്ടിപ്പിൾസ് വരുന്നവരെല്ലാം ഇഡ്ഡലി എന്ന് പറയണം. 5ൻ്റെ മൾട്ടിപ്പിൾസ് വരുന്നവരെല്ലാം വട എന്നും പറയണം. വെൻ എ നമ്പർ ഈസ് ബോത്ത് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആൻഡ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ദ പ്ലെയർ ഷുഡ് സേ ഇഡ്ലി വട. ഇനി 3യുടെ മൾട്ടിപ്പിളും 5ൻ്റെ മൾട്ടിപ്പിളും കൂടെ ചേർന്ന് വരുമ്പോൾ ആ പ്ലെയർ എന്ത് പറയണം? ഇഡ്ലി വട എന്ന് പറയണം. അപ്പോൾ 3യുടെ മൾട്ടിപ്പിളും 5ൻ്റെ മൾട്ടിപ്പിളും കൂടെ ചേർന്ന് വരുന്നത് എവിടെയായിരിക്കും? 15-ലായിരിക്കും. കണ്ടോ? 14 കഴിഞ്ഞ് 15 വരുമ്പോൾ രണ്ടും കൂടെ 3യുടെ മൾട്ടിപ്പിളും 5ൻ്റെ മൾട്ടിപ്പിളും കൂടെ ചേർന്ന് വരും. അന്നേരം അവർ ഇഡ്ലി വട എന്ന് പറയും. ഇഫ് എ പ്ലെയർ മേക്സ് എനി മിസ്റ്റേക്ക് ദേ ആർ ഔട്ട്. ഏതെങ്കിലും ഒരു പ്ലെയർ മിസ്റ്റേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെന്താവും? ഔട്ടാവും. ദ ഗെയിം കണ്ടിന്യൂസ് ഇൻ റൗണ്ട് സ്റ്റിൽ ഓൺലി 1 പേഴ്സൺ റിമെയിൻസ്. ഫോർ വിച്ച് നമ്പർ ഷുഡ് ദ പ്ലെയർ സേ ഇഡ്ലി ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ദ നമ്പർ. ഏതൊക്കെ നമ്പേഴ്സിനായിരിക്കും പ്ലെയർ നമ്പറിന് പകരം ഇഡ്ലി എന്ന് പറയേണ്ടത്? ഏതൊക്കെ നമ്പറിനായിരിക്കും? 3യുടെ മൾട്ടിപ്പിൾസ് വരുന്നിടത്തെല്ലാം അല്ലേ? 3, 6, 9, 12, 18, 21, 24, 27, 30 ഇങ്ങനെ വരുന്നിടത്തെല്ലാം പ്ലെയർ എന്ത് പറയണം? ഇഡ്ലി എന്ന് പറയണം. അതുപോലെ 5ൻ്റെ മൾട്ടിപ്പിൾസ് 5, 10, 20, 25, 30, 35 അങ്ങനെ വരുന്നിടത്തെല്ലാം പ്ലെയർ എന്ത് പറയണം? വട എന്ന് പറയണം. വിച്ച് ഈസ് ദ ഫസ്റ്റ് നമ്പർ ഫോർ വിച്ച് ദ പ്ലെയേഴ്സ് ഷുഡ് സേ ഇഡ്ലി വട. അപ്പോൾ പ്ലെയർ ഇഡ്ലി വട പറയുന്ന ഫസ്റ്റ് നമ്പർ ഏതായിരിക്കും? ഇറ്റ് ഈസ് 15 വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആൻഡ് ഓൾസോ എ മൾട്ടിപ്പിൾ ഓഫ് 5. ഇത് 3യുടെ മൾട്ടിപ്പിളുമാണ് 5ൻ്റെ മൾട്ടിപ്പിളുമാണ്. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ചേർന്ന് വരുന്നത് 15 ആണ്. ഫൈൻഡ് ഔട്ട് അതർ സച്ച് നമ്പേഴ്സ് ദാറ്റ് ആർ മൾട്ടിപ്പിൾ ഓഫ് ബോത്ത് 3 ആൻഡ് 5. 3ക്കും 5നും കൂടെ ചേർന്ന് വരുന്ന അടുത്ത മൾട്ടിപ്പിൾ ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും കൂടെ ഒന്ന് എഴുതി നോക്കിയാൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഫസ്റ്റ് നമ്പർ 15 ആണ്. അപ്പോൾ 15ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കിയാൽ മതി ഏതൊക്കെയാണ് 3ക്കും 5നും കൂടെ അടുത്ത വരുന്ന മൾട്ടിപ്പിൾ എന്ന് അറിയാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരിക്കും? 15 ആണ് ഫസ്റ്റ് മൾട്ടിപ്പിൾ. അടുത്തത് 15ൻ്റെ മൾട്ടിപ്പിൾ 15 × 2 30. അടുത്തത് 45. 15 × 4 60. 15 × 5 75. 15 × 6 90. അടുത്തത് 105. അടുത്തത് 120. ഓക്കെ, ഇങ്ങനെ വരും 15ൻ്റെ മൾട്ടിപ്പിൾസ്. ദീസ് നമ്പേഴ്സ് ആർ കോൾഡ്. അതായത് 3ക്കും 5നും കൂടെ ഒരുമിച്ച് വരുന്ന മൾട്ടിപ്പിൾസിനെ നമ്മൾ എന്തു പറയും? കോമൺ മൾട്ടിപ്പിൾസ് എന്ന് പറയും. കോമൺ മൾട്ടിപ്പിൾസ്.
മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ 3യുടെ മൾട്ടിപ്പിളും 5ൻ്റെ മൾട്ടിപ്പിളും എടുത്ത് എഴുതി കഴിഞ്ഞാൽ അതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആയിരിക്കും 15, 30, 45, 60, 75 ഇതൊക്കെ. ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഫിഗർ ഇറ്റ് ഔട്ട് ആണ് തന്നിട്ടുള്ളത്. അറ്റ് വാട്ട് നമ്പർ ഈസ് ഇഡ്ലി വട സെറ്റ് ഫോർ ദി 10th ടൈം? അപ്പോൾ 10th ടൈമിൽ ഇഡ്ലി വട എന്ന് പറയുന്ന നമ്പർ ഏതായിരിക്കും? അപ്പോൾ ഫസ്റ്റ് ടൈം പറയുന്ന ഇഡ്ലി വട പറയുന്ന ഏതിനാണ്? 3യുടെ മൾട്ടിപ്പിളും 5ൻ്റെ മൾട്ടിപ്പിളും കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഇഡ്ലി വട പറയുന്നത്. അത് ഫസ്റ്റ് ടൈം പറയുന്നത് 15 ആണല്ലേ. അപ്പോൾ 10th ടൈം പറയുന്നത് എപ്പോഴായിരിക്കും? അതായത് 15 × 10 ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണോ ആ നമ്പർ ആയിരിക്കും. അതായത് 150 ആയിരിക്കും. അപ്പോൾ 10th ടൈമിൽ ഇഡ്ലി വട ഏത് നമ്പറിനാണ് പറയുന്നത്? 150ക്കാണ് പറയുന്നത്. ഇഫ് ദ ഗെയിം ഈസ് പ്ലേഡ് ഫോർ ദ നമ്പേഴ്സ് ഫ്രം 1 till 90, ഫൈൻഡ് ഔട്ട് ഹൗ മെനി ടൈംസ് വുഡ് ദ ചിൽഡ്രൻ സേ ഇഡ്ലി ഇൻക്ലൂഡിങ് ദ ടൈം ദേ സേ ഇഡ്ലി വട. അപ്പോൾ 1 തൊട്ട് 90 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഗെയിമാണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ എത്ര പ്രാവശ്യം ചിൽഡ്രൻ ഇഡ്ലി എന്ന് പറയും? അപ്പോൾ അതിനകത്ത് ഇഡ്ലി വടയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇഡ്ലി പറയുന്നത് ഏതിനാണ്? 3യുടെ മൾട്ടിപ്പിൾസിനാണ്. അപ്പോൾ 1 തൊട്ട് 90 വരെയുള്ള 3യുടെ മൾട്ടിപ്പിൾസ് എഴുതി കഴിഞ്ഞാൽ കിട്ടും അല്ലേ. അപ്പോൾ 3യുടെ മൾട്ടിപ്പിൾസ് 1 തൊട്ട് 90 വരെയുള്ളത് നമ്മൾ എഴുതണം അല്ലേ. എന്തൊക്കെ വരും? 3, 6, 9, 12, 15, 18, 21, 24, 27, 30. ഇവിടെ വരെ ആയപ്പോൾ എത്രയായി? മൊത്തം 10 ആയി. ഓക്കെ, ഇവിടെ വരെ ആയപ്പോൾ 10 മൾട്ടിപ്പിൾസായി. ഇനി അടുത്തത് 33. ഇനി 33 തൊട്ടാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. 33, 36, 39, 42, 45, 48, 51, 54, 57, 60. ഇവിടെ വരെ ആയപ്പോൾ വീണ്ടും 10 മൾട്ടിപ്പിൾസായി. ഇനി 63, 66, 69, 72, 75, 78, 81, 84, 87, 90. ഇവിടെ വരെ ആയപ്പം അടുത്ത 10 ആയി. അപ്പം മൊത്തം എത്രയായി? 10 + 10 20, 20 + 10 30. ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തം ഇങ്ങനെ 1 2 3 4 5 6 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്തിട്ടാണെങ്കിലും എഴുതാം കേട്ടോ. അപ്പോൾ 1 തൊട്ട് 90 വരെയുള്ള നമ്പേഴ്സിൽ ചിൽഡ്രൻ എത്ര പ്രാവശ്യം ഇഡ്ലി എന്ന് പറയും? 30 ടൈംസ് ഇഡ്ലി എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് 30 ടൈംസ് എന്ന് എഴുതാം. ഇനി ഹൗ മെനി ടൈംസ് വുഡ് ദ ചിൽഡ്രൻ സേ വട? അപ്പോൾ അവിടെയും ഇഡ്ലി വട ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പോൾ 1 തൊട്ട് 90 വരെ ഉള്ളിടത്ത് എത്ര ടൈംസ് വട എന്ന് പറയും? അതിനെന്ത് ചെയ്യണം? വട പറയുന്നത് 5ൻ്റെ മൾട്ടിപ്പിൾസിലാണല്ലേ. അപ്പോൾ 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55, 60, 65, 70, 75, 80, 85, 90. അപ്പോൾ 50 വരെ ആയപ്പോൾ 10, അടുത്തത് 11, 12, 13, 14, 15, 16, 17, 18. അപ്പോൾ എത്ര പ്രാവശ്യം വട എന്ന് പറയും? 18 ടൈംസ് വട എന്ന് പറയും. ഹൗ മെനി ടൈംസ് വുഡ് ദ ചിൽഡ്രൻ സേ ഇഡ്ലി വട? എത്ര പ്രാവശ്യം ഇഡ്ലി വട എന്ന് പറയും? അപ്പോൾ ഇഡ്ലി വട എന്ന് പറയുന്നത് എവിടെയാണ്? 15ൻ്റെ മൾട്ടിപ്പിൾസ് വരുന്നിടത്താണ് അല്ലേ. അപ്പോൾ 15ൻ്റെ മൾട്ടിപ്പിൾസ് എന്തൊക്കെയാണ്? ഇവിടെ നോക്കി, ഇവിടെ എഴുതിയിട്ടുണ്ട്. 15, 30, 45, 60, 75, 90. 1 തൊട്ട് 90 വരെയുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും മൾട്ടിപ്പിൾസ് മതി അല്ലേ. 1 2 3 4 5 6. അപ്പോൾ 6 ടൈംസ് ഇഡ്ലി വട എന്ന് പറയും. ഓക്കെ. വാട്ട് ഇഫ് ദ ഗെയിം വാസ് പ്ലേഡ് ടിൽ 900? ഹൗ വുഡ് യുവർ ആൻസർ ചേഞ്ച്? അപ്പോൾ ഇവിടെ നമ്മൾ 1 തൊട്ട് 90 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഗെയിമായിരുന്നു. ഇനി 900 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഗെയിമാണ് എങ്കിൽ നമ്മുടെ ആൻസർ എങ്ങനെ ചേഞ്ച് ആവുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 900 എന്ന് പറയുന്നത് എന്താണ്? 90 × 10 ആണ് 900 എന്ന് പറയുന്നത്. അപ്പോൾ ഇഡ്ലി പറയുന്നിടത്ത് നമ്മുടെ നമ്പർ എങ്ങനെ ചേഞ്ച് ആവും?
ഇഡ്ഡലി നമുക്ക് 30 ടൈംസ് ആയിരുന്നു. 90 വരെയുള്ളത് എടുത്തപ്പോൾ നമുക്ക് 30 ടൈംസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 900 വരെ എടുക്കുമ്പോൾ ഇഡ്ഡലിയുടേത് എങ്ങനെ ചേഞ്ച് ആവും? ഇവിടെ വരെ 30 ആയിരുന്നു അല്ലേ, അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 300 എന്ന് കിട്ടും. അപ്പോൾ 900 വരെയുള്ള നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇഡ്ഡലി എന്ന് ചിൽഡ്രൻ എത്ര ടൈംസ് പറയും? 300 ടൈംസ് പറയും. ഇനി വട എന്ന് എത്ര ടൈംസ് പറയും? വട എന്ന് 90 ആയിരുന്നപ്പോൾ 18 ടൈംസ് ആയിരുന്നു, അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 180 ടൈംസ് വട എന്ന് പറയും. ഇനി ഇഡ്ഡലി വട എന്ന് എത്ര ടൈംസ് പറയും? ഇഡ്ഡലി വട എന്ന് 90 ആയിരുന്നപ്പോൾ 6 ടൈംസ് ആയിരുന്നു, അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 900 വരെയുള്ള നമ്പേഴ്സ് എടുക്കുമ്പോൾ 60 ടൈംസ് ഇഡ്ഡലി വട എന്ന് പറയും. മനസ്സിലായല്ലോ? അടുത്തത്, ഈസ് ദിസ് ഫിഗർ സംഹൗ റിലേറ്റഡ് ടു ദി ഇഡ്ഡലി വട ഗെയിം? അപ്പോൾ നോക്കി, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇതിനകത്ത് ഈ ഫസ്റ്റ് സർക്കിൾ, അതായത് ഈ ഒരു സർക്കിളിനകത്ത് എന്തിൻ്റെ മൾട്ടിപ്പിൾസ് ആണ്? 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. ഈ ഒരു സർക്കിളിനകത്ത് എന്തിൻ്റെ മൾട്ടിപ്പിൾസ് ആണ്? 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ഈ രണ്ട് സർക്കിളും കൂടെ ചേർന്ന് വരുന്നൊരു ഭാഗം എന്താ ഇവിടെയുണ്ട്, ഇത് 15ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. അതായത് രണ്ടിലും കൂടെ കോമൺ ആയിട്ട് വരുന്നതാണ് ഈ ഒരു പോർഷനിലുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഗെയിമുമായിട്ട് റിലേറ്റഡ് ആണല്ലോ. ഇതെല്ലാം 3യുടെ മൾട്ടിപ്പിൾസ് ആണ്, ഇത് 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്, മിഡിലുള്ളത് കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇഡ്ഡലി ആയിട്ടെടുക്കാം, ഇത് വടയായിട്ടെടുക്കാം, ഇത് കോമൺ മൾട്ടിപ്പിൾസ് ഇഡ്ഡലി വടയായിട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഗെയിമുമായിട്ട് റിലേറ്റഡ് ആണ്. നമുക്ക് എന്ത് പറയാം? യെസ് എന്ന് പറയാം. അപ്പോൾ 60 വരെയാണ് കളിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു ഫിഗർ വരയ്ക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 60 വരെയാണെങ്കിൽ നമ്മുടെ ഫിഗർ എങ്ങനെ വരും? നമ്മുടെ ഈ മൾട്ടിപ്പിൾസിനകത്ത് 60 വരെയുള്ള നമ്പേഴ്സ് വരും. ഇതിനകത്ത് 5ൻ്റെ 60 വരെയുള്ളത് എഴുതണം, കോമൺ ആയിട്ടുള്ളത് നമ്മൾ മിഡിലും എഴുതണം അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് ഇങ്ങോട്ട് വരച്ച് നോക്കാം കേട്ടോ. ഇത് മൾട്ടിപ്പിൾസ് ഓഫ് 3, ഇത് മൾട്ടിപ്പിൾസ് ഓഫ് 5. ഓക്കെ, 3യുടേതപ്പം 60 വരെയുള്ളത് എഴുതണം അല്ലേ. അപ്പോൾ 3, 6, 9, 12, 15, 18, 21, 24, 27. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കോമൺ ആയിട്ട് വരുന്നതെല്ലാം ഈ മിഡിലിൽ വേണം എഴുതാനായിട്ട് കേട്ടോ. 5ൻ്റെയും 3യുടെയും കൂടെ കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയുണ്ട്? 15 ഇപ്പുറത്താണ് വരിക കേട്ടോ. അപ്പോൾ 15 ഇവിടെ മിഡിലിൽ വരും. അപ്പോൾ 15 നിങ്ങൾ എഴുതണ്ട. ഇനി 30യും മിഡിലാണ് വരിക. 33, 36, 39, 42, 45 കോമൺ ആയിട്ട് വരും. 48, 51, 54, 57, 60 കോമൺ ആയിട്ട് മിഡിലിൽ വരും. ഇനി അടുത്തത് 5ൻ്റെ മൾട്ടിപ്പിൾസ് 5, 10, 15 കോമൺ ആയിട്ട് ഇവിടെയുണ്ട്. 20, 25, 30 ഇവിടെയുണ്ട്. 35, 40, 45 ഇവിടെയുണ്ട്. 50, 55, 60 ഇവിടെ കോമൺ ആയിട്ട് മിഡിലുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ നിങ്ങൾ എഴുതിക്കോണേ, മൾട്ടിപ്പിൾ ഓഫ് 3, ഇത് മൾട്ടിപ്പിൾ ഓഫ് 5, ഈ മിഡിലുള്ള ഇത് കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 3 and 5. ഇങ്ങനെ എഴുതിക്കണം കേട്ടോ. ലെറ്റ് us now play the ഇഡ്ഡലി വട ഗെയിം വിത്ത് ഡിഫറെൻറ്റ് പെയർ ഓഫ് നമ്പേഴ്സ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയത് 3ൻ്റെയും 5ൻ്റെയും മൾട്ടിപ്പിൾസ് വെച്ചിട്ടായിരുന്നു. ഇനി നമ്മൾ 2ൻ്റെയും 5ൻ്റെയും മൾട്ടിപ്പിൾസ് വെച്ചിട്ടുള്ളത് നമ്മളോട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. We will say idli for multiple of the smaller number, vada for the multiple of the larger number, and idli vada for common multiples. Draw a figure similar to figure 5.1 if the game is played up to 60. അപ്പോൾ 60 വരെയുള്ള നമ്പേഴ്സിൻ്റെ ആണ് നമ്മൾ ചെയ്യേണ്ടത്. സ്മോളർ നമ്പറിന് നമ്മൾ ഇഡ്ഡലി എന്ന് എടുക്കുന്നു, ലാർജർ നമ്പറിന് വട എന്നെടുക്കുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമൺ മൾട്ടിപ്പിൾസ് നമ്മൾ ഇഡ്ഡലി വട എന്നെടുക്കുന്നു. ഇത് വെച്ചിട്ടുള്ള സിമിലർ നമ്മൾ 5.1 വരച്ചതുപോലെയുള്ള സിമിലർ ഫിഗർ വരയ്ക്കാൻ വേണ്ടിയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം.
അപ്പോൾ ആദ്യം അതിനു വേണ്ടി നമ്മൾ 2 സർക്കിൾസ് വരയ്ക്കുന്നു. ഫസ്റ്റ് വൺ ആൻഡ് സെക്കൻഡ് വൺ. ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾസ് ഓഫ് 2, ഇവിടെ മൾട്ടിപ്പിൾസ് ഓഫ് 5. 60 വരെയുള്ളതാണ് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ 2-ൻ്റെയും 5-ൻ്റെയും കൂടെ കോമൺ മൾട്ടിപ്പിൾസ് എന്തൊക്കെയായിരിക്കും വരിക? 10, 20, 30 ഇങ്ങനെയുള്ളതായിരിക്കും വരിക കേട്ടോ. അപ്പോൾ 2-ൻ്റെത് നമുക്ക് ആദ്യം ഇവിടെ എഴുതാം. 2, 4, 6, 8. 10 വരുമ്പം കോമൺ ആയിട്ടുള്ള ഇവിടെ വേണം എഴുതാനായിട്ട് കേട്ടോ. അടുത്തത് 12, 14, 16, 18, 20 വരുമ്പം ഇവിടെ എഴുതണം. അടുത്തത് 22, 24, 26, 28, 30 വരുമ്പം കോമൺ ആയിട്ടുള്ളത് എഴുതുന്നു. 32, 34, 36, 38, 40, 42, 44, 46, 48, 50 വരുമ്പം കോമൺ ആയിട്ടുള്ളടത്ത് എഴുതുന്നു. 52, 54, 56, 58, 60 വരുമ്പം കോമൺ ആയിട്ടുള്ളിടത്ത് എഴുതുന്നു. ഓക്കെ. ഇനി മൾട്ടിപ്പിൾസ് ഓഫ് 5 വരുമ്പം 5 ഇവിടെ എഴുതി. 10 ഇവിടെ കോമൺ ആയിട്ടുള്ളിടത്തുണ്ട്. 15, 20, 25, 30, 35, 40, 45, 50, 55. ഇതെന്താണ്? കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 2 and 5. ഓക്കെ. ഇനി അടുത്തത് 3-യുടേതും 7-യുടേതുമാണ് ഇനി നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ 3-യുടെയും 7-ൻ്റെയും കോമൺ മൾട്ടിപ്പിൾസ് ഏതാണ് എന്ന് നോക്കി അതേപോലെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സർക്കിൾ വരച്ചു, സെക്കൻഡ് വണ്ണും വരച്ചു. ഇവിടെ മൾട്ടിപ്പിൾസ് ഓഫ് 3, ഇവിടെ മൾട്ടിപ്പിൾസ് ഓഫ് 7. ഇവിടെ എന്താണ്? ഇവിടെ കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 3 and 7. അപ്പോൾ ഇവിടെ 3-യുടെയും 7-ൻ്റെയും കോമൺ മൾട്ടിപ്പിൾസ് എന്തായിരിക്കും വരുന്നതെന്ന് നോക്കണം. 3-യുടെ എന്തൊക്കെയാണ് വരുന്നത്? 3-യുടെ മൾട്ടിപ്പിൾസ് 3, 6, 9, 12, 15, 18, 21 ഇങ്ങനെ പോകും അല്ലേ. 7-ൻ്റെത് എഴുതുമ്പോഴോ 7, 14, 21. ഫസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അപ്പോൾ എന്താ വന്നേ? 21 അല്ലേ. 7 × 3 21 വന്നു. എല്ലാത്തിനും 2 നമ്പേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കത്തില്ല കോമൺ മൾട്ടിപ്പിൾ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 3-യുടേത് എഴുതാം. 3, 6, 9, 12, 15, 18, 21 കോമൺ ആണ്. അത് നമ്മളിവിടെ എഴുതി. ഇനി അങ്ങോട്ടുള്ളതെല്ലാം നമ്മൾ 21-ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതിയാൽ മതി കേട്ടോ. ഇവിടെ 3-യുടെ മൾട്ടിപ്പിൾ 18 കഴിഞ്ഞിട്ട് 21 ഇവിടെ എഴുതി. അടുത്തത് 24, 27, 30, 33, 36, 39, 42 എവിടെ വരും? ഇവിടെ വരും അല്ലേ. 21 × 2 42. അടുത്തത് 45, 48, 51, 54, 57, 60. നമ്മളോട് 60 വരെയുള്ളത് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വരെ മതി കേട്ടോ. ഇനി 7-ൻ്റെ മൾട്ടിപ്പിൾസ് 7, 14, 21 നമ്മളിവിടെ എഴുതി. 28, 35, 42 ഇവിടെ എഴുതി. അടുത്തത് 49, 56 ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്തത് 4-ൻ്റെതും 6-ൻ്റെതും എഴുതണം. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾസ് ഓഫ് 4, ഇവിടെ മൾട്ടിപ്പിൾസ് ഓഫ് 6, ഇവിടെ കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 4 and 6 ഈ മിഡിൽ വരും. അപ്പോൾ 4-ൻ്റെയും 6-ൻ്റെയും കൂടെ കോമൺ മൾട്ടിപ്പിൾസ് എന്തായിരിക്കും വരിക? നമുക്ക് 4-ൻ്റെ ടേബിൾ ഒന്ന് എഴുതി നോക്കാം. 4, 8, 12, 16 ഇങ്ങനെ പോവും. 6-ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതുമ്പം 6, 12 കണ്ടോ. ഫസ്റ്റ് വൺ ഏത് വന്നു?
12 വന്നു. ഇനി നമുക്കെല്ലാം 12ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും കോമൺ ആയിട്ട് വരിക. അപ്പോൾ 12, 24, 36, 48, 60. അപ്പോൾ നിങ്ങൾ ആദ്യം കോമൺ ആയിട്ടുള്ളത് അങ്ങ് എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് ഇവിടെ എഴുതുന്നു. 4, 8, 12, 16, 12 ഇല്ല കേട്ടോ. 12 നമുക്ക് ഇതാ ഇവിടെയുണ്ട്. അപ്പോൾ 12 ഇവിടെ എഴുതണ്ട. 20, ഇനി 24 ഇവിടെയുണ്ട്, അതും എഴുതണ്ട. 28, 32, 36 ഇവിടെയുണ്ട്, അത് എഴുതണ്ട. 40, 44, 48 ഇവിടെയുണ്ട്, അത് എഴുതണ്ട. 52, 56, 60 ഇവിടെയുണ്ട്, അതും എഴുതണ്ട. ഓക്കെ. ഇനി അടുത്തത് 6ൻ്റെ മൾട്ടിപ്പിൾസ്. 6, 12 ഇവിടെയുണ്ട്. 18, 24 ഇവിടെയുണ്ട്. അടുത്തത് 30, 36 ഇവിടെയുണ്ട്. 42, 48 ഇവിടെയുണ്ട്. 54, 60 ഇവിടെയുണ്ട്. കണ്ടല്ലോ. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾസും 6ൻ്റെ മൾട്ടിപ്പിൾസും എഴുതുക, കോമൺ ആയിട്ടുള്ളത് നടുക്ക് എഴുതുക. ഓക്കെ.